അടിസ്ഥാന മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ വികസനം കിഫ്ബി വഴി സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുണ്ട്ര താലൂക്ക് ആശുപത്രിക്കായി നിർമ്മാണം പൂർത്തിയാക്കിയ 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സാമ്പത്തിക ശേഷി കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാകില്ല. ബജറ്റിനെ മാത്രം ആശ്രയിച്ചാൽ മിക്കവയും നീണ്ടുപോകുകയോ മാറ്റിവെക്കേണ്ടി വരികയോ ചെയ്യേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുള്ള ആലോചനയ്ക്കൊടുവിലാണ് 2016 കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നത്. 5 വർഷം കൊണ്ട് 900 കോടി രൂപയുടെ വികസനം ലക്ഷ്യമിട്ട സ്ഥാനത്ത് വിദ്യാലയങ്ങൾ, സ്മാർട്ട് ക്ലാസുകൾ, ആർദ്രം മിഷന്റെ ആരോഗ്യരംഗത്തെ വികസനങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ തുടങ്ങി എവിടെയും കിഫ്ബി വഴി നടപ്പാക്കിയ വികസനങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ കാണാനാകും. ഇതിലൊന്ന് കുണ്ടറയിലെ താലൂക്ക് ആശുപത്രി കെട്ടിടവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ആർദ്രം പദ്ധതി വലിയ മാറ്റങ്ങളുണ്ടാക്കി. കോവിഡ് കാലത്ത് വികസിത രാജ്യങ്ങൾ പോലും സൗകര്യങ്ങളില്ലാതെ വലഞ്ഞപ്പോൾ കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായി. ഇതിന് സഹായിച്ചത് കിഫ്ബിയുടെ സഹായത്തോടെ ആർദ്രം പദ്ധതിയിൽ നടപ്പിലാക്കിയ വികസനങ്ങളായിരുന്നു. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കി. രാജ്യത്ത് ശിശുമരണ നിരക്ക് 25%. അമേരിക്കയിൽ 5.6 ഉള്ളപ്പോൾ കേരളത്തിൽ ഇത് 5 മാത്രമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കുവാനും ആയുർദൈർഘ്യം കൂട്ടുവാനും കേരളത്തിനായത് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. അതേസമയം കേരളത്തിലെ യുവതീയുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി 21 നടക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വഴിയാണ് ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി പരിശീലനം നേടുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കുമുള്ള സാമ്പത്തിക കൈത്താങ്ങാണിത്. പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷകാലം ധനസഹായമായി ലഭിക്കും.